സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ 15-ന് ആരംഭിച്ചു. വൈകുന്നേരത്തോടുകൂടിയാണ് വിതരണം തുടങ്ങിയത്. നിരവധി പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേർന്നു. ഇനിയും തുക ലഭിക്കാത്തവർക്ക് ഇന്നും നാളെയും വരും ദിവസങ്ങളിലുമായി തുക എത്തിച്ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന ബജറ്റ് ഉണ്ടാകും. ബജറ്റിൽ വീണ്ടും പെൻഷൻ വർധനവ് ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന എന്ന് പുനർനാമകരണം ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതി പ്രകാരം തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ദിവസമായി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്ര വിഹിതം 90-ൽ നിന്ന് 60% ചുരുക്കി. സംസ്ഥാന വിഹിതം 10-ൽ നിന്ന് 40% ആക്കി. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% കേന്ദ്രം വഹിക്കും. തൊഴിൽ ദിനം 100-ൽ നിന്ന് 125 ഉയർത്തും. അടുത്ത അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 21 ഗഡുക്കളാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. ഇനി 22ാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യാനുള്ളത്. അതേസമയം ഇതുവരെ കർഷക ID നിർബന്ധമാക്കിയിട്ടുള്ളത് കേരളമടക്കമുള്ള 14 സംസ്ഥാനങ്ങളിലാണ്. അർഹരായ കർഷകർക്ക് മാത്രം സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ പുതിയ സംവിധാനം. സംസ്ഥാനത്തെ കർഷകർക്ക് കതിർ ആപ്പ് വഴിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ CSC കേന്ദ്രങ്ങൾ വഴിയോ കർഷക IDക്ക് അപേക്ഷിക്കാവുന്നതാണ്. കർഷക ID നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ 22ാമത്തെ ഗഡു കർഷക ID ഇല്ലാത്തവർക്ക് മുടങ്ങാൻ സാധ്യതയുണ്ട്. ഇനി നടക്കാനുള്ള 22ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 21ാമത്തെ ഗഡു മുടങ്ങിയിട്ടുള്ളവർ eKYC, ലാൻഡ് സീഡിംഗ്, ആധാർ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ട് തുക മുടങ്ങിയിട്ടുള്ളവർക്ക് 22ാമത്തെ ഗഡുവിനോടൊന്നിച്ചോ അതിനു മുമ്പോ തുക ലഭിക്കുന്നതാണ്. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.